കാന്താര ചാപ്റ്റർ 2 കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1. സോ ഋഷഭ് ഷെട്ടി വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. ഈ സിനിമയുടെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു പ്ലാൻ ഒരു അനൗൺസ് ചെയ്തപ്പോൾ മുതൽ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കാത്തിരുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ ഇന്ന് കണ്ടു. ഗംഭീര തിയേറ്റർ അനുഭവം തന്നെയാണ്. ഇതിൻ്റെ VFX ആയിരുന്നാലും ആർട്ട്, ഇവരൊരു സ്ഥലം ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കാന്താര എന്ന് പറയുന്ന സ്ഥലം, കാന്താര മാത്രമല്ല കാന്താരയായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു കിങ്ഡം, കാന്താര എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ്, അത് ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ബാഹുബലി ഒരു ബെഞ്ച് മാർക്കായിട്ട് കണ്ടാലും ഒരു ഫോറസ്റ്റിന്റെ ഒരു ബാക്ക് ഡ്രോപ്പിൽ വരുന്ന ഒരു സംഭവം ചെയ്തിരിക്കുന്നതിൽ ഈ സിനിമയുടെ ആർട്ട് വർക്കും VFX ആയിരുന്നാലും എല്ലാം ഒരു ന്യൂ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തെന്ന് പറയാം. ഒരു സോൾ മിസ്സിങ് ഫീൽ ചെയ്ത് അതിന് ഒരു റീസൺ ഉണ്ട്. കാന്താര എന്ന് പറയുന്ന ആദ്യത്തെ മൂവി നമ്മളിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഒരു തനിനാടൻ ഗ്രാമപശ്ചാത്തലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പോലും അതിൻ്റെ ഇടയിൽ കുറേ ഞെട്ടിപ്പിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഇവൻറ്റ്സ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു വലിയ സംഭവം വരാനിരിക്കുന്നു എന്നുള്ളൊരു കുറേ കീ എലിമെൻറ്റ്സ് ഇങ്ങനെ ഇട്ടിട്ടാണ് സിനിമ പോണത്. അപ്പോൾ അതുണ്ടാക്കിയൊരു വൈബ് അത് വേറെ ആയിരുന്നു. എന്നാൽ ഈ സിനിമയിൽ അതിനകത്ത് ചുരുളഴിയാതെ കിടന്ന കുറേ കാര്യങ്ങൾക്ക് ചുരുളഴിച്ച് ആ ഒരു പഴയ ചരിത്രം കാണിച്ചു തരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ സിനിമയിൽ വന്നിരിക്കുന്ന കുറേ ഇമോഷൻസും ആ ഒരു സോൾ എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് വരേണ്ട കാര്യമില്ല. കാരണം ഇത് പ്യൂർലി ആ ചരിത്രത്തിലേക്ക് അങ്ങ് ഡയറക്റ്റ് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ വലിയൊരു വേൾഡ് ബിൽഡിംഗ് ഒക്കെ വന്നിട്ട് ഒത്തിരി കാര്യങ്ങളെല്ലാം കൂടെ ഇങ്ങനെ നിറഞ്ഞു, അതായത് അതിൻ്റെ ഒരു സ്റ്റോറി ബിൽഡപ്പ് ആയിരുന്നാലും അതിൻ്റെ ഓരോരോ ലേയേഴ്സ് ആയിരുന്നാലും ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് വലിയൊരു സംഭവം ഈ ഒരു 3 മണിക്കൂർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു സമയം. 3 hours അങ്ങനെ നിറച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല പല സന്ദർഭങ്ങളും. പക്ഷെ എന്നാൽ ഗംഭീര ചിത്രീകരണമാണ്, ഗംഭീരമായിട്ടുള്ളൊരു സൗണ്ട് എഫക്ട്സ് ഉണ്ട്. സൗണ്ട് എഫക്ട്സിൽ ഞാൻ ഫസ്റ്റ് കാന്താരയായിട്ട് കമ്പയർ ചെയ്ത് പറയല്ല, പക്ഷേങ്കിലും ആ ഒരു സാധനം അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ആ ഒരു സോൾ. അതെനിക്ക് തോന്നുന്നു ആ സിനിമ ഡിമാൻഡ് ചെയ്ത കുറേ സംഭവങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന സാധനങ്ങൾ ഇതിനകത്തും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. അപ്പോൾ അവിടെയും ഋഷഭ് ഷെട്ടിയുടെ ആ ഒരു റൈറ്റിംഗ് മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു സാധനം ഇവരുടെ മനസ്സിലുണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞു സിനിമയായിരുന്നു, അത് പിന്നെ പ്രേക്ഷകരെ ഇങ്ങനെ അതിനെ വെൽക്കം ചെയ്തു. അതിൽ നിന്ന് രൂപാന്തരപ്പെട്ട ഒരു ആശയത്തിലോട്ടാണ് ഈ സിനിമ പോകുന്നത്. ഇതിൻ്റെ അടുത്ത സീരീസും കൂടെ വരത്തക്ക വിധത്തിലാണ് ഒരു ഇതിനകത്ത് കൊണ്ടുവന്ന് എൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സിനിമ തുടങ്ങുന്നത് ആ കാന്താരയുടെ ഒരു ചെറിയൊരു അംശം കാണിച്ചുകൊണ്ട് അതിനകത്തുനിന്ന് ഋഷഭ് ഷെട്ടിയുടെ കുഞ്ഞിനെയുള്ള ഒരു ക്യാരക്ടർ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതും അതിൻ്റെ ചരിത്രത്തിലേക്ക് പെട്ടെന്ന് നമ്മളങ്ങനെ ഡ്രൈവ് വളരെ ഫാസ്റ്റായിട്ടാണ് കട്ട്സ് എല്ലാം പോണത്. അപ്പോൾ ആ ഒരു ഒപ്റ്റിമൈസ്ഡ് സ്പീഡ് സിനിമ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും ഈ ലാഗും ബോറടി അങ്ങനെയുള്ള ഒരു സംഭവമില്ല, പടപടേന്ന് അങ്ങനെ ഷോട്ടുകൾ പോവുകയാണ്. അപ്പോൾ അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മളെ മൂവിയിലേക്ക് നന്നായിട്ട് അത് കണക്റ്റ് ആക്കുന്നുണ്ട്. പിന്നെ ഈ ടെക്നിക്കൽ ഗ്രാൻഡിയർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഋഷഭ് ഷെട്ടിയുടെ അഭിനയം, ഈ സിനിമയിൽ വന്നു പോണ എല്ലാ കഥാപാത്രങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ, അതിനൊരു സംഭവമുള്ള ഒരു സോളുള്ള ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ഒരു ഈശ്വരാംശമുള്ള എന്നൊക്കെ പറയാവുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ആ ഒരു ഡെപ്ത്, ആ ക്യാരക്ടറിൻ്റെ ഡെപ്തൊക്കെ ഋഷഭ് ഷെട്ടിയിൽ ത്രൂ ഔട്ട് ഉണ്ട്. പിന്നെ ഫൈറ്റും ആക്ഷനൊക്കെ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കാന്താരയിൽ നമ്മൾ കണ്ടതാണ് അജനീഷ് ലോക്നാഥിൻ്റെ മ്യൂസിക് സ്കോറും അതുപോലെ പാട്ടുകളും നല്ല ഗംഭീര പാട്ടുകളാണ്. ഈ പാട്ടുകൾ ഇന്നലെ 2 ദിവസം മുമ്പേ റിലീസ് ചെയ്തപ്പോഴേ കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴൊക്കെ ഞാൻ ഫുൾ ഈ പാട്ടുകൾ, ഈ 2 എണ്ണം ഇത് ആപ്പിളിലും സ്പോട്ടിഫൈയിലൊന്നും വന്നിട്ടില്ല, പക്ഷേ ഞാനിങ്ങനെ യൂട്യൂബിൽ തന്നെ റിപ്പീറ്റ് പ്ലേ ചെയ്ത് ഞാൻ കേട്ടു. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. അതിനകത്ത് ആ അലറലും വിളിയും എല്ലാം കൂടെ ഒക്കെ കേട്ടപ്പോഴത്തേക്ക് ഇതൊക്കെ തിയേറ്ററിൽ എന്തായിരിക്കും എന്നുള്ളൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇതൊരു ഫൈറ്റ് സീക്വൻസിലാണ് ആ റെബൽ എന്ന് പറയുന്ന സോങ് വരുന്നത്. അത് മാരകമായിട്ട് ആ ഫൈറ്റൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഫൈറ്റ് സീക്വൻസുകൾ, അതായത് ഈ വാറിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഏത് ഇതുപോലുള്ള സിനിമകൾ എടുത്താലും ആ ഒരു ബാഹുബലി റെഫറൻസ് പോലൊക്കെ കയറി വരുന്നുണ്ട്. അത് കുറച്ച് മാറ്റി പിടിക്കാമായിരുന്നെന്ന് എനിക്ക് തോന്നി. കാരണം ഇവരൊരു ട്രൈബൽ ഒരു സെറ്റപ്പൊക്കെ ആയപ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള കുറേ ട്രൈബൽ എലിമെൻറ്റ്സ് ഒക്കെ ഇതിനകത്ത് കുറച്ചുകൂടി ആഡ് ചെയ്യാമായിരുന്നെന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷേ പ്യുവർ ട്രൈബൽ വാറല്ല, ശരിക്കുള്ള രാജാക്കന്മാരും അവരുടെ ഭടന്മാർക്കും ഒപ്പം ഈ ട്രൈബ് ഗ്രൂപ്പും കൂടെ ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് വേറൊരു സംഭവം കൂടെ ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. കൂടുതലൊന്ന് വിശദീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് സ്പോയിലറായിപ്പോവും. അപ്പോൾ മൂവി 100% നമുക്കൊരു തിയേറ്ററിൽ കാന്താര കണ്ടതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഹയർ സ്കെയിലുള്ളൊരു സിനിമയാണ്. അപ്പോൾ എനിക്ക് സിനിമ ആസ് യൂഷ്വൽ ഞാൻ കാന്താരയ്ക്കും 10 out of 10 തന്നെയാണ് റേറ്റ് ചെയ്തത്. ഈ ഒരു മൂവിക്കും 10 out of 10 തന്നെയാണ് റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.